PSC 2021 നടന്ന പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ കൺഫ്യൂസിങ് വേർഡ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സൈറ്റ് 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 സൈറ്റ്. അപ്പോൾ അതിൽ CITE സൈറ്റ് ഉണ്ട്, അതുപോലെ SIGHT സൈറ്റ് ഉണ്ട്, അതുപോലെ SITE സൈറ്റ് ഉണ്ട്, അതുപോലെ CIGHT സൈറ്റ് ഉണ്ട്. അപ്പോൾ CITE സൈറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയുക എന്ന അർത്ഥത്തിലും, അതുപോലെ SIGHT സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച എന്ന അർത്ഥത്തിലും, SITE സൈറ്റ് എന്നാൽ സ്ഥലം എന്ന അർത്ഥത്തിലുമാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എന്ത് വരുന്നു? ദ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ് മെനി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് വൈൽ ടീച്ചിങ് ഗ്രാമർ. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് എടുത്തു പറയാറുണ്ട്. ഗ്രാമർ പഠിപ്പിക്കുന്ന സമയത്ത് ധാരാളം എക്സാമ്പിൾസ് എടുത്തു പറയാറുണ്ട്. അപ്പോൾ എടുത്തു പറയുക എന്ന അർത്ഥത്തിൽ CITE സൈറ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ മറക്കരുത്, CITE സൈറ്റ് എടുത്തു പറയുക, SIGHT സൈറ്റ് കാഴ്ച, SITE സൈറ്റ് സ്ഥലം. രണ്ടാമത്തെ ചോദ്യം, ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. അപ്പം വൺ വേർഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ കില്ലിംഗ് ഓഫ് യങ്ങർ വൺ ഈസ് നോൺ എസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കൈക്കുഞ്ഞുങ്ങളെ പൊടിക്കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഇൻഫാൻറ്റിസൈഡ് എന്നാണ്. ഇൻഫാൻറ്റിസൈഡ് A ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ. അപ്പോൾ നമുക്ക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മുടെ ഇത് സിംഗുലാർ പ്ലൂറലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പ്ലൂറൽ ഫോം. അപ്പം ക്രൈറ്റീരിയയാണ് പ്ലൂറൽ ഫോം ആയിട്ടുള്ള ക്രൈറ്റീരിയയാണ് ഉത്തരമായിട്ട് വരുന്നത്. B ഉത്തരം ക്രൈറ്റീരിയ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ 6 വരുന്നതുകൊണ്ട് പ്ലൂറൽ ഫോമാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ക്രൈറ്റീരിയയാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്രൈറ്റീരിയ പ്ലൂറൽ ഫോമാണ്. അടുത്ത ചോദ്യം, മീരാസ് പാരൻസ് ഹെൽപ്ഡ് ടു ഡു ഹെർ ഹോംവർക്ക്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, മീരാസ് പാരൻസിന് പകരം നമുക്ക് ദേ സബ്ജക്റ്റായിട്ട് എടുക്കാം. ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് ഹെൽപ്ഡ് എന്ന് പറയുന്ന വെർബ് സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി കണ്ടെത്താം. അപ്പോൾ ഹെൽപ്ഡ് എന്ന് പറയുന്ന വെർബ് V2 ആയതിനാൽ ഡിഡ് ആണ് ഓക്സിലറി അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ V1 ആണെങ്കിൽ ഡു ഓക്സിലറി ആയിട്ടും, എസ്സിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ ഡസ് ഓക്സിലറി ആയിട്ടും, V2 ആണെങ്കിൽ ഡിഡ് ഓക്സിലറി ആയിട്ടും എടുക്കാം. സെൻറ്റൻസിൻ്റെ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയാണ് ടാഗ് എഴുതുന്നത്. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതായത് നോ, നോട്ട്, നണ്ണ്, നെഗറ്റീവ് വേർഡ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗ് നമുക്ക് അവിടെ എഴുതാം. നെഗറ്റീവ് ടാഗ് അവിടെ എഴുതാം. നെഗറ്റീവ് ടാഗ് എഴുതേണ്ട ഫോർമാറ്റ് ആദ്യം എന്ത് ചെയ്യുക? ഓക്സിലറി വെർബ്, അതിനോടൊപ്പം നോട്ട് ചേർക്കുക, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എടുത്ത് എഴുതുക. ഇവിടെ നമ്മൾ ഓക്സിലറി ആയിട്ട് ഡു ആണ് കിട്ടുന്നത്, ഡിഡ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിഡ് ദേ സബ്ജക്റ്റും കിട്ടുന്നു. അപ്പോൾ ഡിഡിൻ്റെ ദേ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അരുൺ ഡാഷ് ഹിസ് പാരൻസ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ നോക്കിയോ, ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ കാൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്, കാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ക്രൈ, ഉറക്കെ വിളിക്കുക. അതുപോലെ കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ, കാൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ്. അപ്പോൾ അതിന് ഉചിതമായിട്ടുള്ള ഉത്തരം ഏതാണ്? അരുണ് ലാസ്റ്റ് വീക്കിൽ ഗ്രാൻഡ് പാരൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പം അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്, കാൾ ഓൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്. ഓർമ്മയിലിരിക്കുക, സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING വന്നിട്ടുണ്ടെങ്കിൽ, സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്ത് വാസ് ഓർ വേർ പ്ലസ് ING വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് V2 അല്ലെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് ING ഉത്തരമായിട്ട് വരാം. V2 അല്ലെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് ING ഉത്തരമായിട്ട് വരാം. നമുക്ക് തന്നിരിക്കുന്നതിൽ വാസ്
പ്ലസ് ING ആണ് കിടക്കുന്നത്. അതുകൊണ്ട് മറുഭാഗത്ത് ഏതൊക്കെ വരാമെന്ന് പറഞ്ഞു? ഒന്നെങ്കിൽ V2 വരാം, അല്ലെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING തന്നെ വരാം. നമുക്ക് നോക്ക്, മെറ്റ് എന്ന് പറയുന്നത് V2 ആണ്, വേറെ ഒന്നും ഇവിടെ വന്നിട്ടില്ല. നമുക്ക് A ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്, മെറ്റ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഉചിതമായ പാസീവ് ഫോം ഏതാണെന്നാണ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. നമുക്കറിയാം പാസീവ് എഴുതാൻ പറയുമ്പം ആദ്യം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ്, ഓക്സിലറി ആയിട്ട് ഈസ്, ആം, ആറ്, വാസ്, വേർ ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ബീയിങ് ചേർക്കണം. ഈസ്, ആം, ആറ്, വാസ്, വേർ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബീയിങ് ചേർക്കുക. അത് കഴിഞ്ഞ് വെർബിൻ്റെ V3. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്, ടീച്ചിങ് എന്ന് പറയുന്നത് വെർബാണ്, ഈസ് എന്ന് പറയുന്നത് ഓക്സിലറിയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്സ് ഈസ് ബീയിങ്, ഈസ് ബീയിങ്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് സിംഗുലർ ആയതുകൊണ്ട് ഈസ് തന്നെ എഴുതാം, ഈസ് ബീയിങ് ടോച്ച്ഡ് ബൈ ഹെർ. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? മാത്തമാറ്റിക്സ് ഈസ് ബീയിങ് ടോച്ച്ഡ് ബൈ ഹെർ. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്.